അപ്പോൾ ഇതിൻ്റെ ഡീകോഡ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഡീകോഡ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓബിയസ്ലി ഈ ട്രിപ്ലെറ്റ്സ് നമുക്ക് തരും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ വലിയ സ്ട്രിങ് ആണ്. അപ്പോൾ ഫസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ ബിങ്കോ വരയ്ക്കുക, എന്നിട്ട് ആദ്യത്തെ ട്രിപ്ലെറ്റ് അങ്ങ് എഴുതുക 0 0. മറ്റേ സെയിം പ്രോസസ്സ് തന്നെ തിരിച്ച് ചെയ്താൽ മതി, മനസ്സിലായി? അപ്പോൾ നമ്മൾ ഇത് എഴുതണമെങ്കിൽ എന്തുമായിരിക്കും അവസ്ഥ? 0 0 0 0 എഴുതണമെങ്കിൽ ഇവിടെ C ആയിരിക്കണ്ടേ, എന്നാലല്ലേ ഇവിടെ C നമ്മൾ കയറ്റിയിട്ട് ഇത് എഴുതത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഇവിടെ C ആണെന്ന് നമുക്കറിയാം അല്ലേ, ഇവിടെ C ആണ്. ഓക്കെ, നമ്മൾ C എഴുതി. അത് കഴിഞ്ഞ് എന്താണ് അടുത്ത ട്രിപ്ലെറ്റ്? എന്താ 0 0 C ഓഫ് A, അടുത്തത് C ഓഫ് B വരും. 0 0 C ഓഫ് B വരും. അപ്പോൾ ഇവിടെ C അകത്ത് എന്തായാലും കയറും. നമ്മൾ C എൻകോഡ് ചെയ്തല്ലോ, C എൻകോഡ് ചെയ്ത C അകത്ത് വരും. അടുത്ത A എൻകോഡ് ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പോൾ A എൻകോഡ് ചെയ്യണമെങ്കിൽ ഈ വരയുടെ അപ്പുറത്ത് A വേണമല്ലോ. പിന്നെ അടുത്ത B എൻകോഡ് ചെയ്യേണ്ടത്. അപ്പോൾ B എൻകോഡ് ചെയ്യണമെങ്കിൽ B ഇവിടെ വരണം. അപ്പോൾ C A B, ഇത്ര മനസ്സിലായി. ഇനി അടുത്ത ട്രിപ്ലെറ്റ് എന്താണ്? ക്വസ്റ്റ്യൻ കാണാമല്ലോ അല്ലേ? 0 0 C ഓഫ് R, 0 0 C ഓഫ് R. അപ്പോൾ അത് തന്നെ സെയിം അവസ്ഥ, 0 0 C ഓഫ് R, C A B R. അടുത്ത 3 3 1 C ഓഫ് C. ഇവിടെയാണ് സൂക്ഷിക്കേണ്ടത്. അപ്പം ഇവിടെ നമ്മൾ R എൻകോഡ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ R എന്തായാലും ഇവിടെ വരുമെന്ന് അറിയാം. B A C ഇത്ര അറിയാം. ഇനി 3 1 C ഓഫ് C എഴുതണമെങ്കിൽ 3 1 C ഓഫ് C. അപ്പം നമുക്ക് ഇവിടെ ഉള്ള സാധനം ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് ജസ്റ്റ് സങ്കല്പിക്കുക. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ 3 എന്ന് എഴുതണമെങ്കിൽ 3 ഓഫ്സെറ്റ് എഴുതണമെങ്കിൽ ഇവിടെ നിന്ന് മൂന്നാമത്തെ ഓഫ്സെറ്റ് ഇതാണ്. അപ്പം ഇവിടെ എന്തായാലും A B 3 1 എന്നല്ല കിടക്കുന്നത്. അപ്പോൾ 3 1 3 ഓഫ്സെറ്റിൽ ഇവിടെ കിടക്കുന്ന A ആണ്, അതറിയാം, 3 A ആണ്. അപ്പം ഓഫ്സെറ്റ് ലെന്ത് 1. അപ്പോൾ എന്തായാലും ഒരു ലെന്തിൽ ഈ സ്ട്രിങ് അങ്ങ് എഴുതുക. ഓക്കെ, ഇനി C ഓഫ് C. അപ്പോൾ അടുത്ത എൻകോഡ് ചെയ്ത ക്യാരക്ടർ C ആണ്. അപ്പോൾ ഇതൊന്ന് ഇവിടെ ചെയ്ത് നോക്ക്. 3 1 C ഓഫ് C ചെയ്യുവാണെങ്കിൽ 3 1 2 3 A എഴുതി, ലെന്ത് 1 എഴുതി, പിന്നെ നമ്മൾ C എൻകോഡ് ചെയ്തു. അപ്പോൾ എന്ത് വരും? C A R. എനിക്കിങ്ങനെ പറയാനറിയൂ, മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞുതരാം. B A C. ഓക്കെ, ഇനി അടുത്ത ട്രിപ്ലെറ്റ് 2 1 C ഓഫ് D. ഇതാണ് അറിയാം. 2 1 C ഓഫ് D ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് 1 2 2 2 1 ഒരു ലെന്ത്. അപ്പോൾ A മാത്രം എഴുതിയാൽ C ഓഫ് D ആണെന്നറിയാം. അപ്പോൾ D എഴുതുക, എന്നിട്ട് ബാക്കി അതുപോലെ എഴുതുക. എന്താണ് ഇവിടെ എല്ലാവരും ഇവിടെ എഴുതേണ്ടത് A D. ഓക്കെ, എന്നിട്ട് അടുത്തതിലോട്ട് എഴുതുമ്പം ഇത് 2 1 C ഓഫ് D എൻകോഡ് ചെയ്യുവാണെങ്കിൽ D A C A R B A. ഇത്ര അറിയാം. ഇവിടെ ഒന്നുമില്ലേ, ഞാൻ അറിയാൻ എഴുതിയോ. അടുത്ത ട്രിപ്ലെറ്റ് എന്ന് പറയുന്നത് 7 4 C ഓഫ് R, 7 4 C ഓഫ് R. ഇത് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് 7ാമത്തെ ക്യാരക്ടർ എടുക്കണം. 1 2 3 4 5 6 7. A ആണ് 7. 7ൽ നിന്ന് 4 എണ്ണം എടുക്കണം. 1 2 3 4. അപ്പോൾ എന്താ, ആ 4 എണ്ണം ഇവിടെ അതുപോലെ എഴുതുക. A B R A A B R. 4 എണ്ണം എഴുതിയല്ലോ, 4 എണ്ണം എഴുതാം. അവസാനത്തെ 6 ആണെന്നറിയാം, 6 അതുപോലെ എഴുതും. ഓക്കെ, ഇനി അടുത്ത ട്രിപ്ലെറ്റ് 3 5 C ഓഫ് D. 3 5 C ഓഫ് D. 3 5 C ഓഫ് D ആണെങ്കിൽ എങ്ങനെയാ? ഇത് ഇങ്ങോട്ട് എഴുതുക കേട്ടോ. R A R B A D A. ഓക്കെ, മറ്റേത് ഇവിടെ സൂക്ഷിക്കണം, നമുക്ക് അവസാനം ഒരുമിച്ച് എഴുതാം. ഓക്കെ, അപ്പോൾ 3 5 C ഓഫ് D എഴുതണമെങ്കിൽ മൂന്നാമത്തെ ഓഫ്സെറ്റിൽ എന്താ 1 2 3 3 ആണ്. 5 എണ്ണം എഴുതണം. ഓക്കെ, 5 എണ്ണം എഴുതണം. 5 എണ്ണം ഉണ്ടോ ഇല്ലയെന്ന് നോക്കണ്ട, ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇടാൻ കാരണം ഇത് തന്നെ. നോക്കി, മൂന്നാമത്തെ ഓഫ്സെറ്റ് എടുക്കുക, 5 എണ്ണം എഴുതുക. 5 എണ്ണം ഉണ്ടോ ഇല്ലയെന്ന് ഇപ്പോൾ എഴുതണ്ട, എഴുതി കഴിയുമ്പോൾ വന്നോളൂ.
ആദ്യമേ ആറല്ലേ, 6. 5 എഴുതണം. 1 1 എ, 2 അടുത്ത 6, 3 ഇനി നമുക്ക് 5 വരെ എഴുതണം. ഇവിടെ വരെ എത്തി. ഇനി എന്താ അടുത്ത എന്താ 6. നമ്മളിപ്പോൾ എഴുതിയതാണോ അല്ലയോ നോക്കണ്ട. 6, 4 ഇനി അഞ്ചാമത്തെ 7. മനസ്സിലായി? അപ്പം 3, 5 C ഓഫ് D ആണ്. അപ്പോൾ അവസാനം D എഴുതുക. 3, 5 C ഓഫ് D ആയി. ഇത്രയേ ഉള്ളൂ, തീർന്നു. ഇനി എന്താ, നമ്മൾ എഴുതിയ സ്ട്രിങ് അതുപോലെ എടുത്തെഴുതുമ്പോൾ എല്ലാം വേണം കേട്ടോ. ഉണ്ട് സി ഓക്കെ. ഇനി സി കഴിഞ്ഞ് എന്തോ CAB ആണെന്നറിയാം, CAB R ആണെന്നറിയാം, CABR ആണെന്നറിയാം, CABRAC ആണെന്നറിയാം, കബറാക്ക് കഴിഞ്ഞിട്ട് AD ആണെന്നറിയാം. അല്ല, ലാസ്റ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് എഴുതും കാണാം. സോറി, ലാസ്റ്റ് കിട്ടിയത് എടുത്ത് അങ്ങോട്ട് എഴുതരുത്. ബിക്കോസ് C ഒന്നും ലാസ്റ്റ് ഇല്ല. അപ്പോൾ C മിസ്സാവും. അപ്പോൾ ആൻസർ തെറ്റിയപ്പോൾ മാർക്കും പോകും. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും ഉള്ള ക്യാരക്ടേഴ്സ് നോക്കി എഴുതുക. CABRACAD പിന്നെ അബറാർ കഴിഞ്ഞ് ഇവിടെ അബറാർ, ഇവിടെ അബറാറുണ്ട്. അബറാർ കഴിഞ്ഞിട്ട് ററാഡ്, RARRAD. ഇതാണ് സ്ട്രിങ് ആൻസർ. എല്ലാ ആൻസർ CABRACADABRARAD കറക്റ്റാണ്. LZ 77.